ഇന്നത്തെ യുവതലമുറകളെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ. ഇതുമൂലം ബുദ്ധിമുട്ടുന്നവർ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നട്ടെല്ലിന് ഏറെ അനുയോജ്യമാണ് നടത്തം. നടക്കുമ്പോൾ നട്ടെല്ലിന് കുറച്ച് സമ്മർദ്ദം മാത്രമേ അനുഭവപ്പെടൂ. തല ഉയർത്തി നേരെ നോക്കി കൈ വീശി വേണം നടക്കാൻ. കൂടുതൽ സമയം ഇരിക്കുന്നത് നട്ടെല്ലിന് സമ്മർദ്ദം കൂട്ടും. ഇരിക്കുമ്പോൾ നടുഭാഗം കസേരയുടെ പിൻഭാഗത്തോട് ചേർന്നിരിക്കണം. നടുവിന് സപ്പോർട്ട് ചെയ്യുന്ന കസേരകളിൽ വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ കുഷ്യൻ ഉപയോഗിച്ച് നടുവിന് താങ്ങ് നൽകാം. കസേരയിൽ ശരീരം മുന്നോട്ട് ആഞ്ഞിരിക്കുന്നത് നട്ടെല്ലിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും. 15 മിനിറ്റ് ഇരുന്നാൽ അല്പനേരം നടക്കുന്നത് നട്ടെല്ലിന് ഗുണം ചെയ്യും. ഇതുവഴി നടുവേദനയെ ചെറുക്കാം. നമ്മൾ കിടക്കുമ്പോഴാണ് നട്ടെല്ലിന് സ്വാഭാവിക പൊസിഷൻ ലഭിക്കുന്നത്. കിടക്കുമ്പോൾ നടുഭാഗം ബെഡുമായി ചേർന്ന് നിൽക്കണം. മലർന്നു കിടക്കുമ്പോൾ കാൽമുട്ടുകൾക്കടിയിൽ തലയണ വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിലാവണം കിടക്കേണ്ടത്. എന്നാൽ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കണം. പ്രത്യേകിച്ചും തണുപ്പുള്ള പ്രതലങ്ങളിൽ കിടക്കുന്നത്. അത് വേദന വരാനും അതിന്റെ തീവ്രത കൂട്ടാനും ഇടയാക്കും. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ചിലത് ശ്രദ്ധിക്കണം. ആദ്യം ഒരു കാൽമുട്ട് മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഒരു കൈകുത്തി എഴുന്നേൽക്കുന്നതാണ് നട്ടെല്ലിന്റെ ആരോഗ്യത്തിന് അനുയോജ്യം. ഏറെ നേരം ഒരേ രീതിയിൽ നിൽക്കുന്നത് നട്ടെല്ലിന് സമ്മർദ്ദം കൂട്ടുകയും നടുവേദനയ്ക്കിടയാക്കുകയും ചെയ്യും. കൂടുതൽ സമയം ഒരേ രീതിയിൽ നിൽക്കാതെ ഇടയ്ക്ക് നടക്കുന്നത് നടുവേദന അകറ്റാൻ സഹായിക്കും. ഭാരം ഉയർത്തുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുനിഞ്ഞ് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോൾ നട്ടെല്ലിന് സമ്മർദ്ദം കൂടും. കുനിയുന്നതിനോടൊപ്പം കാൽമുട്ടുകളും അല്പം മടക്കി വേണം ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ. ഇരു കൈകളിലും ഭാരം പങ്കിട്ടെടുക്കുകയാണ് നല്ലത്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ബാക്ക് പെയിൻ നേരിടാൻ നമുക്കാവുന്നതാണ്. സോ നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തുസൂക്ഷിക്കുക.